ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. മണാലി ടൗണിൽ നിന്നും കോക്സറിലേക്കാണ് നമ്മളുടെ യാത്ര. അപ്പോൾ അതാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു എപ്പിസോഡ് മുഴുവനായിട്ട് കാണണം. സമയം ഇപ്പോൾ രാവിലെ 8 മണിയായിരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ കഴിക്കാൻ പോണ്. ബ്രെഡുണ്ട്, കോഴിമുട്ട പുഴുങ്ങിയതുണ്ട്, പിന്നെ അവലുകൊണ്ടൊരു ഉപ്പുമാവുണ്ട്, പിന്നെ ആലു പൊറോട്ട ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, പിന്നെ കറിയുണ്ട്. ഇതൊക്കെയാണ്. അപ്പോൾ അത് കഴിച്ചിട്ട് വേണം പോകാൻ. ബ്രെഡും ജാമുമാണ് ഉള്ളത്, അച്ചാറുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ തൈരും ഉണ്ട്. അപ്പോൾ ഇന്ന് ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 42 കിലോമീറ്റർ ദൂരമുള്ള കോക്സർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ മണാലിയിൽ ടൗണിൽ ഐസ് കുറവാണ്. ഒന്ന് പിന്നെ സോലങ് വാലി എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ ഒരു ഐസ് ഉണ്ടാകും. പക്ഷേ അവിടെ ഇപ്രാവശ്യം ഐസ് എത്തിയിട്ടില്ല. പിന്നെ ഐസില്ല അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഇവിടുന്ന് പിന്നെയും കുറച്ച് അങ്ങോട്ടേക്ക് അങ്ങനെ ഉയരം കൂടിയ ഭാഗങ്ങളാണ് അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമാണ് കോക്സർ. അവിടേക്കാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഇവിടെയുള്ള നാട്ടുകാർക്ക് അറിയും എവിടെയൊക്കെയാണ് ഐസ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് അവിടെ കോക്സർ എന്നുള്ള സ്ഥലത്താണ് ഉള്ളത്. അങ്ങോട്ടേക്ക് ഒരു 42 കിലോമീറ്റർ ഓടണം. അപ്പോൾ ആ പോകുന്ന വഴിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ നമുക്ക് അങ്ങനെ കാണാം. ഇവിടെ പ്രധാനപ്പെട്ട 1-2 ഭാഗങ്ങളൊക്കെ ഉണ്ട് കാണാൻ. ഇത് ബിയാസ് നദീൻ്റെ ഒഴുകുന്ന സ്ഥലമാണ്. പക്ഷേ ഇവിടെ വെള്ളം ഇപ്പം ഇല്ല, വെള്ളമൊക്കെ പൊയ്ക്കുന്നത്. ഒരു ജൂൺ മാസങ്ങളിലൊക്കെ നല്ലോണം വെള്ളം ഉണ്ടാകുന്ന സമയമാണ്. ഇത് ലേ ലഡാക്ക് റോഡാണ്. ഈ ഭാഗങ്ങളിലാണ് സീസ് ഉള്ളത്. പിന്നെ അതുപോലെ അതിൽ ടണൽ, ഗുലാബ, റോത്തങ് പാസ് ഒക്കെ ഈ വഴിയിൽ കൂടി അങ്ങനെ പോയിട്ടാണ് ഉള്ളത്. അപ്പോൾ അവിടെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഐസ് ഉണ്ടാവും. ഇപ്പം നമ്മൾ ഈ ഐസുള്ള സ്ഥലത്ത് പോകുന്ന സമയത്ത് നമ്മൾ ഷൂസും പിന്നെ ഈ ഡ്രസ്സും വാടകയ്ക്ക് എടുക്കണം. അതിന് ഏകദേശം ഒരു 250 രൂപയാണ് സെറ്റ്. ഷൂ മാത്രം മേടിക്കുകയാണെങ്കിൽ 100 രൂപ മതി. ഇതിപ്പോൾ ഞാൻ ഷൂ മാത്രമാണ് ഇടുന്നത്. ഇവിടെ ഒരു പിന്നെ UP കാരത്തിയാണ്, അവളെ കൊണ്ട് തന്നെ ഇടിപ്പിക്കുന്നത് ഞാൻ. നമ്മൾ ടാർ പണിക്കാരൊക്കെ ഇടുന്ന അങ്ങനത്തെ ഒരു ഷൂ ആണ്. അല്ലാണ്ട് നമ്മുടെ സാധാരണ ഷൂട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷൂ കേടുവരും. ഈ ഷൂവും ഡ്രസ്സ് എടുക്കുന്നതിനെ പറ്റിയിട്ട് ഞാൻ മുമ്പിൻ്റെ കാശ്മീരിലെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നത്. കാരണം ഇതില്ലാണ്ട് ഐസുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഇത് ഏകദേശം എല്ലാ സ്ഥലത്തും പിന്നെ ഒരേ റേറ്റ് തന്നെയാണ്. 250 രൂപ തന്നെയാണ് ഉള്ളത്. ഞാൻ ഇപ്പോൾ ഷൂ ഇട്ടിരിക്കുന്നത്, ഷർട്ടും തൊട്ടിട്ടില്ല. 186 ഷോപ്പ് നമ്പർ. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രൈവർമാർക്ക് പരിചയമുള്ള ഷോപ്പുകളുണ്ടാവും. അവർക്ക് ചെറിയൊരു കമ്മീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമാണല്ലോ. ഇതെൻ്റെ മുതലാളിയാണ്. മുതലാളി ഒരു പെണ്ണുങ്ങളാണ്. 2 പെണ്ണുങ്ങളാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അവർ ചൂട് തീ കായാണ്. നല്ല തണുപ്പാണ് ഇവിടെ. ഒന്ന് നമ്മൾ ഡ്രൈവറാണ്, ഒന്ന് കടൻ്റെ ഓണറുമാണ്. ഇത് മലൻ്റെ മുകളിൽ നിന്നും വരുന്ന നാച്ചുറൽ വെള്ളമാണ് ഈ കാണുന്നത്. ഇതിലേക്ക് ഇങ്ങനെ നിൽക്കാതെ ഒഴുകിക്കൊണ്ടിരിക്കും. ഒരാവശ്യം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് ഒഴിവായി കളയും. അങ്ങനെയാണ്. അപ്പോൾ നമ്മളുടെ യാത്ര തുടർന്ന് പോവുകയാണ്. ഈ ടൂർ വരുന്ന സമയത്ത് ചില ആളുകൾ ഈ 250 രൂപയ്ക്ക് വേണ്ടി പിശിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രസ്സില്ല, ഞങ്ങളുടെ ഷൂസ് ഇട്ടാൽ മതി, ഞങ്ങളുടെ ഡ്രസ്സ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞ് പോകും. പക്ഷേ അതവർക്ക് അറിയാത്തതുകൊണ്ടാണ്. നമ്മുടെ ഷൂവും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ ചെരുപ്പിട്ട് കഴിഞ്ഞാൽ ഈ ഐസിൽ കൂടി നടക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാം ഈ പലരും അവനവൻ്റെ ഷൂസ് ഇട്ട് നടക്കുന്നത്. പക്ഷേ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് അങ്ങനെ ഒരു ബാലൻസ് കിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു 250 രൂപയ്ക്ക് ഇതെടുത്ത് ഈ ഐസിൽ നമുക്ക് ഫുൾ അർമാദിക്കാം. മറ്റേ നമ്മുടെ ഡ്രസ്സും നമ്മുടെ ചെരുപ്പിട്ട് വരുന്നതിന് നമുക്കൊരു അർമാദിക്കാൻ പറ്റില്ല. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ സാധനം കിട്ടില്ല. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ ഇതിലും കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ ഈ പിശുക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ ടൂർ വരുന്ന സമയത്ത് ഇതൊന്ന് വാടകയ്ക്ക് എടുക്കൽ അത്യാവശ്യമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവരോട് പറയാണ്, ഏതായാലും പൈസ മുടക്കിയിട്ട് സ്ഥലം കാണാൻ പോകണം. അവിടെ ചെന്നിട്ട് ഒരു 250 രൂപ ലാഭത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇറക്കത്തരം കാണിക്കരുത് ആളുകൾ. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഞാൻ പലതവണ പലരായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സജഷൻ ഇപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. കാരണം പലരും അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ അയ്യടാ അത് എടുത്തില്ലല്ലോ എന്നുള്ളൊരു ഇതുണ്ടാവും.
അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈ ഒരു ഷൂവും ഒരു ഡ്രസ്സും എടുത്ത് പോവുക. കാരണം ഈ ഒരു ഷൂ നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റിക്കൊണ്ടുവരുന്ന ലഗേജൊക്കെ ഏറ്റിക്കൊണ്ടുവരണമെങ്കിൽ വലിയ പണിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇവരൊരു അരിപ്രശ്നമാണ്. അതായിക്കോട്ടെ എന്നിരിക്കും. കാരണം പൈസ എന്ന സാധനം ചിലവാക്കാനുള്ളതാണല്ലോ. ഇവർക്കും കുടുംബം കുട്ടികളൊക്കെ അല്ലേ, അവർക്കും കഴിഞ്ഞോടി പോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറോളം എത്തും അവിടേക്ക് എത്താൻ. ഇതൊരു പ്രത്യേകതരം പിന്നെ ഒരു പാലാണ്. ഒരു സൈഡിൽ കൂടി ഇങ്ങനെ, യൂറോപ്പിലൊക്കെ ഇതേ മോഡലിലെ പാലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ അത് ഇങ്ങനെ ഈ മോഡലിൽ കുറവാണ്. ഒരു സൈഡ് മല പില്ലറൊക്കെ വെച്ചിട്ട് മുകൾഭാഗം കോൺക്രീറ്റൊക്കെ ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു ടണലാണിത്. സൈഡ് ഓപ്പൺ ആക്കിയിട്ടുള്ള ടണൽ. സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്തോറുമാണ് ഈ തണുപ്പ് കൂടുക. അപ്പോൾ അതേപോലെ ഈ മണാലി സിറ്റിയിൽ നിന്നും പിന്നെയും കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഈ ഐസ് ഉള്ളത്. ഞാൻ പറഞ്ഞ നേരത്തെ സോലങ് വാലി സാധാരണ ഉണ്ട്, അത് മണാലി ടൗണിൽ അടുത്ത് തന്നെയാണ്. പക്ഷെ അവിടെ ഐസ് ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ വരേണ്ട ആവശ്യമില്ല. കാരണം ഐസൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും. കാശ്മീരിലും ഇതേപോലെ തന്നെയാണ്. കാശ്മീർ ശ്രീനഗറിൽ ഐസ് ഉണ്ടാവില്ല, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഐസ് ഉണ്ട്. ഗുൽമാർഗ്, സോനാമാർഗ് എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിൽ. അപ്പോൾ അവിടേക്ക് നമ്മൾ വണ്ടി എടുത്തിട്ട് വേറെ ശ്രീനഗറിൽ നിന്ന് അങ്ങോട്ട് പോവുക ചെയ്യുക. അതേപോലെ ഈ കോക്സറിലേക്ക് പോവുകയാണ് ഐസ് കാണാൻ വേണ്ടിയിട്ട്. ഹിമാചൽ പ്രദേശിലെ ഏറ്റവും വലിയ ടണലുള്ളത് നമ്മൾ ഈ പോകുന്ന വഴിക്കാണ്. 9.2 കിലോമീറ്ററാണ് നീളുള്ളത്. അതിൻ്റെ പേരാണ് അടൽ ടണൽ. നമ്മുടെ പഴയ മുൻ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു അടൽ ബിഹാരി വാജ്പേയി, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അതാണ്. ഇത് ദേശീയപാത 3ആണ്, NH3. NH1 നമ്മുടെ ശ്രീനഗറിൽ നിന്ന് സോനാമാർഗിലേക്ക് പോകുന്ന ആ റോഡാണ്. മുമ്പ് ഞാനത് കാണിച്ചിരുന്നു അതിൻ്റെ ഒരു വീഡിയോയിൽ. ഈ പുതിയ ടണൽ ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പ് ഗ്രാംഭൂ വഴിക്കായിരുന്നു പോയിരുന്നത്. അന്ന് 116 കിലോമീറ്റർ ഓടേണ്ട ആ ഒരു റൂട്ടിൽ കൂടി ഇപ്പോൾ 24.4 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ എത്തും. അത്രയും സൗകര്യമാണ്. കാശ്മീരിൽ ഇതേപോലെ 68 കിലോമീറ്ററിൻ്റെ ഒരു ഡിസ്റ്റൻസ് കുറഞ്ഞു കിട്ടും പുതിയ ടണലിൽ കൂടി പോകുമ്പോൾ. പുതിയ ടണൽ 9.28 കിലോമീറ്ററാണ് ഉള്ളത്. അതേപോലെ ഇതും യാത്രാദൈർഘ്യം നമുക്ക് കുറക്കായി പുതിയ ടണൽ ഉള്ളതുകൊണ്ട്. ഇനി വേറെ ഒന്നുകൂടി ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഈ ബൈക്ക് തന്നെ. അപ്പോൾ നമ്മൾ ഈ ടണലിൻ്റെ അടുത്ത് എത്തിക്കുന്നത് ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. അടൽ ടണൽ എന്നോട് എഴുതിയിട്ടുണ്ടല്ലേ, റോത്തങ്. ഇതിനൊരുപാട് പ്രത്യേകത ഉണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 9.2 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ഇത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഹൈവേ സിംഗിൾ ട്യൂബ് ടണലാണിത്. ഈ ടണൽ വന്ന ശേഷം ലഡാക്കിലേക്കുള്ള ദൂരം കുറവാണ്. ശ്രീനഗറിൽ നിന്ന് പിന്നെ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകുന്നത് അവിടെ ഒരു ടണലുണ്ട്, ചെനാനി നെഷ്രി ടണൽ. അത് 9.28 കിലോമീറ്റർ. അതാ നീളത്തിൽ അതാണ് ഏറ്റവും കൂടുതൽ ഉള്ള ടണൽ. ഹിമാലയത്തിൻ്റെ കിഴക്കൻ പീർപ്പഞ്ചൽ ആ ഭാഗത്തുള്ള റോഹ്താങ് ചുരത്തിലാണ് ഈ ടണലുള്ളത്. ഇത് 10,000 അടി ഉയരത്തിൽ, അതായത് 3048 മീറ്റർ ഉയരത്തിലുള്ള ഇതാണിത്. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അതാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഹൈവേ സിംഗിൾ ട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ ടണലിൽ നിന്ന് പുറത്തേക്ക് കിടക്കുകയാണ്. തുടങ്ങിയ മുതൽ ഇതുവരെ ഒരേപോലത്തെ കാഴ്ചകൾ തന്നെയാണ്. ഇപ്പോൾ ഇതിൻ്റെ ടണലിൽ നിന്ന് പുറത്ത് കടന്നു. ഇപ്പോൾ നമ്മൾ പോകുന്ന ഈ അടൽ ടണൽ 2010 മെയ്യിലാണ് അത് തുടങ്ങിയത്. അങ്ങനെ ഏകദേശം ഒരു 10 വർഷത്തിന് ശേഷമാണ് ഇതിൻ്റെ പണി കഴിഞ്ഞ്. ഒക്ടോബർ 4, 2020 ഇത് ഉദ്ഘാടനം കഴിഞ്ഞത്. ഇവിടെ ഇങ്ങനെ ഇരുമ്പിൻ്റെ ബ്രിഡ്ജൊക്കെ ഉണ്ട്. ഇതേപോലെ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ബോർഡർ റോഡ് ഓർഗനൈസേഷനിൽ ഒരുപാട് കായംകുളംകാരുണ്ട്. പണ്ട് അവിടെ കായംകുളത്തുള്ള കുറച്ച് ആൾക്കാരതിൽ ജോലി ചെയ്ത ശേഷം പിന്നെ അതിൽ ഓരോ ഓഫീസർമാരൊക്കെ ആയി. പിന്നെ അതിന് ശേഷം ഈ കായംകുളം ഉള്ള ആളുകളാണ് ഈ ഒരു റോഡ്സിൽ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കോക്സറിൻ്റെ സ്റ്റാർട്ടിംഗ് ഏരിയയിൽ എത്തിക്കുന്നത് കണ്ടില്ലേ. ഐസുകളൊക്കെ ഇങ്ങനെ, ഐസ് പൊതുവേ കുറവാണ്. കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് ഐസ് കൂടുതലുണ്ട് നമ്മളെ ഡ്രൈവർ പറഞ്ഞിരുന്നത്. കാരണം ഇവർക്ക് ഇതൊക്കെ ഇൻഫർമേഷൻ കിട്ടും. കാരണം കംപ്ലീറ്റ് ടൂറിസ്റ്റുകാരായിട്ട് മറ്റുള്ള പല വണ്ടികളും വരുന്നതിന് മുമ്പ് ഒരു തമ്മിലുള്ള കൺവെർസേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടുതൽ ഐസുള്ള ഭാഗത്തേക്ക് പോവുകയാണ് ഇനി. ഇപ്പം നമ്മൾ പോകുന്ന ആ ടണലിന് 3200 കോടി രൂപയാണ് ചിലവായിട്ടുള്ളത്. മുമ്പ് ഞാൻ എൻ്റെ ഒരു യാത്രയിൽ ഞാൻ ഒരു ടണൽ ഉണ്ടാക്കുന്നൊരു
എഞ്ചിനീയറായിട്ട് സംസാരിച്ചത് നിൻ്റെ യാത്രയല്ല. അദ്ദേഹം പറഞ്ഞ 1 മീറ്റർ ടണൽ ഉണ്ടാക്കാൻ 13 ലക്ഷം റുപ്യാണ് ചിലവ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ വണ്ടി കോക്സറിൻ്റെ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.